and welcome to IELTS Preparation by Sology. This is Arvind, and in today's session we will start our discussion on IELTS Writing Task 1. അപ്പോൾ നമ്മൾ റൈറ്റിംഗിൽ തന്നെ ടാസ്ക് 1 ആയിട്ട് വെച്ച് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് അതിൻ്റെ ഓവറോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഓരോ ടൈപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ടാസ്ക് 1-ൽ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കീ ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. യു റിക്വയർഡ് ടു റൈറ്റ് 150 വേർഡ്സ് ഓർ മോർ. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി ഒന്ന് ഓവറോൾ പറഞ്ഞിരുന്നു. അതായത് ടാസ്ക് 1-ലേക്ക് വരുമ്പോഴത്തേക്കും 150 വേർഡ്സ് അറൗണ്ട് ആണ് എപ്പോഴും ബെറ്റർ. അതൊരു 180 ഒക്കെ റേഞ്ച് നിൽക്കുന്ന എപ്പോഴും നല്ലതാണ്. ഒരു ഐഡിയൽ വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നതാണ്. അതിൽ താഴേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ബാൻഡ് സ്കോറിന് സിഗ്നിഫിക്കൻ്റ് അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അതിന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും മിസ്റ്റേക്സ് കൂടുതൽ വരാനും ആ ഒരു പ്രിസൈസ് ആയിട്ട് അല്ലാത്ത രീതിയിലേക്ക് എടുത്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് എപ്പോഴും കൺവീനിയൻറ്റും ബെറ്ററും ഈ ഒരു വേർഡ് ലിമിറ്റ് നിൽക്കുകയാണ് എപ്പോഴും നല്ലത്. ദെൻ അറൌണ്ട് 20 മിനിറ്റ്സ്. ഓക്കെ, ഇതിന്റെ ഒരു ടോട്ടൽ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 20 മിനിറ്റ്സ് ആണ് എപ്പോഴും നമ്മൾ ഡിവോട്ട് ചെയ്യാൻ നല്ലത്. ഒരു 160 മിനിറ്റ്സിൽ 20 മിനിറ്റ്സ് ആണ് ഇവിടെ നല്ലത്. ദെൻ റിമൈനിങ് ഇപ്പൊ എന്ന് പറയുന്നത് ടാസ്ക് 2-ലേക്കും കൊടുക്കാം. ദെൻ യൂസ് എ ഫോർമൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. അതായത് എപ്പോഴും ഇവിടെ ഒരു ടാസ്ക് 1-ലേക്ക് വരുമ്പോഴത്തേക്കും സ്ട്രിക്ട്ലി ഒരു ഫോർമൽ രീതി ഫോളോ ചെയ്യണം എപ്പോഴും IELTS പ്രിഫർ ചെയ്യുന്നത്. സെക്കൻഡ്, അതായത് ടാസ്ക് 2 വരുമ്പോഴത്തേക്കും നമുക്കൊരു കാഷ്വൽ പ്ലസ് ഫോർമൽ എന്നുള്ള ഒരു സെമി ഫോർമൽ രീതിയിലേക്ക് നമുക്ക് പോകാം. ദെൻ മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു 1/3 ഓഫ് ദ ടോട്ടൽ മാർക്സ് ആണ് ടാസ്ക് 1-ലേക്ക് വരിക. അതേസമയം ടാസ്ക് 2-ലേക്ക് വരുമ്പോഴത്തേക്കും റിമൈനിങ്, അതായത് 2/3 ഓഫ് ദ ടോട്ടൽ മാർക്കിംഗ്. അപ്പോൾ അതാണ് അതിന്റെ വെയിറ്റേജ്, ടൈമിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയത്. ദെൻ നമുക്ക് ഇതിന്റെ കുറച്ച് എക്സ്ട്രാ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണാം. യു റിക്വയർഡ് ടു റൈറ്റ് എ ഷോർട്ട് റിപ്പോർട്ട് അബൌട്ട് ദി മെയിൻ ഫീച്ചേഴ്സ്. അതായത് നമ്മൾ ഈ ബേസിക്കലി ഒരു ടാസ്ക് 1 എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ IELTS നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, ആവശ്യപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ഒന്നാമത്തെ കാര്യം, സമ്മറൈസ് ഡേറ്റ. നമുക്കൊരു ഡാറ്റ എന്തെങ്കിലും തരും, ഒരു ഫിഗർ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അതിന്റെ ഒരു ഡാറ്റ തരും. അപ്പൊ നമ്മളോട് ആവശ്യപ്പെടുന്നത് ബേസിക്കലി സമ്മറൈസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അതൊരു ഒന്നാമത്തെ ടൈപ്പ് നമ്മളോട് ആവശ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം. ദെൻ രണ്ടാമതായിട്ട് നമ്മളോട് ആവശ്യപ്പെടാം ഡിസ്ക്രൈബ് ദി സ്റ്റേജസ് ഓഫ് പ്രോസസ്. ഓക്കെ, അപ്പൊ അതായത് ഒരു പ്രോസസ് ഡയഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈഫ് സൈക്കിൾ പോലെ എന്തെങ്കിലും ഒരു ഫിഗർ നമുക്ക് തരും, ഒരു ഡയഗ്രാം ആയിരിക്കും അത്. അപ്പൊ അതിന്റെ എന്ത് ചെയ്യാം, സ്റ്റേജസ്, ഓരോ സ്റ്റേജസും ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടാം. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ദെൻ തേർഡ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻസ് ഹൗ സംതിങ് വർക്ക്സ്. എന്തെങ്കിലും ഒരു എക്യുപ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് തരാം, എന്നിട്ട് നമ്മളോട് എന്താണ് പറയാ, അത് എങ്ങനെയാണ് വർക്കിംഗ്, അതിന്റെ ഒരു വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണെന്ന് എഴുതാൻ ആവശ്യപ്പെടാം. ഓക്കെ, അപ്പൊ അതൊരു റിപ്പോർട്ട് പരുവത്തിൽ നമ്മൾ എഴുതാം. അതാണ് മൂന്നാമത്തെ കാര്യം. ദെൻ ദി ഫോർത്ത് വൺ, ഡിസ്ക്രൈബ് ആൻ ഒബ്ജക്ട് ഓർ ഇവന്റ്. ഓക്കെ, അപ്പൊ നമ്മളോട് ഒരു ഒബ്ജക്റ്റ് ഒക്കെ എന്തെങ്കിലും തന്നിട്ട് അതിന്റെ ഒരു എല്ലാം ഓൾറെഡി എന്തായാലും മാർക്ഡ് ആയിരിക്കും. ഓരോ ഇതിന്റെ ഒരു പാർട്സ് കാര്യങ്ങളൊക്കെ മാർക്ഡ് ആയിരിക്കും. നമ്മളോട് ആവശ്യപ്പെടാം അത് ഡിസ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ഒരു 4 കാറ്റഗറിയിലേക്ക് നമുക്ക് ഏകദേശം തിരിക്കാൻ പറ്റും. ഈ ഒരു ടാസ്ക് 1-ൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും ഈ ഒരു 4 കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിക്കാം. ദെൻ നമുക്ക് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നോക്കാം. അതായത് ഇതിന്റെ ഒരു ഫോർമാറ്റ്, നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ക്വസ്റ്റിന്റെ ഒരു ഫോർമാറ്റ് എപ്പോഴും ഈ 3 കാര്യങ്ങളിൽ ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗ്രാഫിക്, ദെൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, ദെൻ ഒരു ഗ്രാഫിക്. ഓക്കെ, അപ്പൊ ആദ്യം ഈ ക്വസ്റ്റിന്റെ ഏറ്റവും ടോപ്പിൽ ഇതിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് നമുക്ക് തരുന്ന അല്ലെങ്കിൽ തന്നിട്ടുള്ള ഗ്രാഫിക്, ആ ഒരു ഫിഗറിന്റെ ഒരു കാര്യങ്ങൾ എന്താണ്, ഈ ഫിഗർ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളൊരു 1-2 സെന്റൻസ് ആയിരിക്കും ആദ്യം വരിക. ദെൻ ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നമ്മളോട് അതാണ് സ്റ്റേറ്റ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ സമറൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ സ്റ്റേജസ് ഡിസ്ക്രൈബ് ചെയ്യാനോ, അല്ലെങ്കിൽ ആ ഒരു ഫിഗർ ഡിസ്ക്രൈബ് ചെയ്യാനോ, അങ്ങനെ എന്തെങ്കിലും കാര്യം അവിടെ രണ്ടാമതായിട്ട് വരാം. ദെൻ ദ തേർഡ് പാർട്ട്, അതായത് ആ ക്വസ്റ്റിന്റെ മൂന്നാമത്തെ സ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയാണ് നമ്മുടെ ഫിഗർ തരിക. അതായത് ഇപ്പം പല ഫിഗേഴ്സ് ആവാം. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഈ ഒരു ടാസ്ക് 1-ൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. സ്ക്രീൻ കാണാം. ആകെ 7 ടൈപ്സ് ആണ് നമുക്ക് ഈ ഒരു ടാസ്ക് 1-ൽ വരുമ്പോഴത്തേക്കും വരാം. ദി ലൈൻ ഗ്രാഫ്, ബാർ ചാർട്ട്, ടേബിൾ ചാർട്ട്, പൈ ചാർട്ട്, പ്രോസസ് ഡയഗ്രാം, മാപ്സ് ആൻഡ് മൾട്ടിപ്പിൾ ഗ്രാഫ്സ്. അപ്പൊ ഈ ഒരു 7 കാര്യങ്ങളാണ് നമ്മൾ ടോട്ടലി ഈ ഒരു ടാസ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഓരോ ടൈപ്സും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ലൈൻ ഗ്രാഫ് ഈ ഒരു സ്ട്രക്ചർ, സ്ക്രീൻ കാണുന്ന അതേ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ലൈൻസ് ആയിട്ട് ഒരു ഗ്രാഫ് പല കാര്യങ്ങളും അവിടെ റെപ്രസെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇതിൽ പറയുന്നത് നമ്പർ ഓഫ് എൻക്വയറീസ് റിസീവ്ഡ് ബൈ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സിറ്റി ഓഫീസ് ഇൻ 1 city ഓവർ എ 6 month പീരീഡ് ഇൻ 2011. അപ്പോൾ എക്സ് ആക്സിസിൽ അതിന്റെ ഒരു എന്താണ് നമ്പർ ഓഫ് എൻക്വയറീസും, അതുപോലെ എക്സ് ആക്സിസിൽ മന്ത്സും, അതുപോലെ വൈ ആക്സിസിൽ നമ്പർ ഓഫ് എൻക്വയറീസും. അപ്പൊ അങ്ങനെ ഒരു ലൈൻ ഗ്രാഫ്. അപ്പൊ ഈ ഒരു പാറ്റേൺ ആയിരിക്കും എനിക്ക് നമ്മൾ കാണാൻ പോകുന്ന ഓരോ ഗ്രാഫ്സിലും വരാം. ഓക്കെ, അപ്പൊ ഇതാണ് ലൈൻ ഗ്രാഫ്. ദെൻ നമുക്ക് ബാർ ചാർട്ട് നോക്കാം. ബാർ ചാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സ്ക്രീനിൽ കാണുന്ന സ്ട്രക്ചർ, അതായത് ബാർ ഗ്രാഫ്സ് ആയിരിക്കും തരാം. പല കമ്പാരിസൺസ് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന this bar chart shows the number of seals, whales and dolphins recorded in Gorman Strait from inner period to inner period.
അപ്പോൾ ഈ ഒരു പീരീഡിൽ കാണിക്കുന്ന നമ്പർ ഓഫ് സീൽസിന്റെ ഒരു ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ബാർ ചാർട്ടിന്റെ ഒരു കാര്യം. ബേസിക്കലി ലൈൻ ചാർട്ടുമായിട്ട് പല സാമ്യതകളുണ്ട്. ഒരു പർട്ടിക്കുലർ പീരീഡിനിടയ്ക്കുള്ള പല കാര്യങ്ങളായിരിക്കാം ഇവിടെ കമ്പാരിസൺസ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതിന്റെ എന്താണ് സമ്മറൈസ് ചെയ്യാൻ. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു വെർട്ടിക്കൽ ബാർ ചാർട്ട് ആണ്. അതിന്റെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ബാർ ചാർട്ട് തന്നെ മേ ബി ഹൊറിസോണ്ടൽ ബാർ ചാർട്ട് നമുക്ക് നമ്മളോട് ആവശ്യപ്പെടാം, സമ്മറൈസ് ചെയ്യാൻ ആവശ്യപ്പെടാം. അതിനൊരു സാമ്പിൾ ആണ് ഇപ്പൊ സ്ക്രീൻ കാണുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടേബിൾ. ഓക്കെ, സ്ക്രീൻ കാണുന്ന പോലെ ഒരു ടേബിളാർ ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് തരാം. അപ്പോൾ ഇവിടെ എന്താണ് ബേസിക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെയിം ആയിരിക്കും. നമ്മൾ മുൻപ് കണ്ട സെയിം ടൈപ്സ് കാര്യങ്ങളായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റം, 6 മേജർ സിറ്റീസിലെ കാര്യങ്ങളും അതിന്റെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഡേറ്റ തന്നിരിക്കുന്നത് ടേബിളർ ഫോർമാറ്റിലാണെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ മുൻപത്തെ 2 ടൈപ്സ് അപേക്ഷിച്ച്. അപ്പോൾ ഇതാണ് ടേബിൾ. ദെൻ ഫോർത്ത് വൺ ദാറ്റ്സ് പൈ ചാർട്ട്. ഓക്കെ, പൈ ചാർട്ട് ഒരു സാമ്പിൾ നമുക്ക് കാണാം. ഇവിടെ എന്താണ് കമ്പാരിസൺ. ഓക്കെ, 2 ഇയറിലെ കമ്പാരിസൺസ് ആണ്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഓൺലൈൻ സെയിൽസ് ഫോർ റീറ്റെയിൽ സെക്ടേഴ്സ് ഇൻ ന്യൂസിലൻഡ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ 2 ഇയേഴ്സിലുള്ള അതിന്റെ ഒരു കോമ്പോസിഷന്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇവിടെ എന്താണ് സമ്മറൈസ് ചെയ്യാനാണ്. ബേസിക്കലി ഇവിടുത്തെ ഒരു കാര്യം പൈ ചാർട്ട് ഫോർമാറ്റ് തന്നിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. ദെൻ സ്ക്രീൻ കാണുന്ന പോലെ പൈ ചാർട്ടിൽ തന്നെ എന്ത് ചെയ്യാം, 2 പൈ ചാർട്ട് അല്ലെങ്കിൽ 3 പൈ ചാർട്ട്, ചിലപ്പോൾ 4 പൈ ചാർട്ട് എന്നുള്ള രീതിയിൽ വരാം. അതൊന്ന് മനസ്സിലാക്കാം. ടീച്ചറാണ് നമുക്ക് പിന്നീട് നോക്കാം. ദെൻ ഫിഫ്ത്ത് വൺ ദാറ്റ്സ് പ്രോസസ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നാച്ചുറൽ പ്രോസസ് വരാം, ലൈക്ക് നാച്ചുറൽ പ്രോസസ് വരാം, ലൈക്ക് സച്ച് വാട്ടർ സൈക്കിൾ ഓർ സംതിങ്, ഓർ ഇറ്റ് ക്യാൻ ബി എ ഡയഗ്രാം. ഓക്കെ, ഒരു ഫോർ എക്സാമ്പിൾ ഒരു ആർട്ടിഫിഷ്യൽ ഒരു പ്രോസസ് ഡയഗ്രാം വരാം. ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡയഗ്രാം നമുക്ക് വരാം. സ്ക്രീനിലൊരു എക്സാമ്പിൾ കാണാം. സ്ക്രീനിൽ കാണുന്നത് അലൂമിനിയം റീസൈക്ലിംഗ് പ്ലാന്റിന്റെ റീസൈക്ലിംഗ് ഓഫ് അലൂമിനിയം ഡ്രിങ്ക് ക്യാൻസ് ആണ്. അപ്പൊ അതിന്റെ ഒരു റീസൈക്ലിംഗ് പ്രോസസ്, അതൊരു പ്രോസസ്സാണ്. ഓക്കെ, ആ ഒരു നടക്കുന്ന അലൂമിനിയം റീസൈക്കിൾ അല്ലെങ്കിൽ അലൂമിനിയം ഡ്രിങ്ക് ക്യാൻസിന്റെ ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. ദെൻ മറ്റൊരു കാര്യം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നാച്ചുറൽ പ്രോസസ്. അപ്പോൾ ഒരു ഫോട്ടോസിന്തസിസ് പോലെ ഒരു നാച്ചുറൽ പ്രോസസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അതാണ് ബേസിക്കലി പ്രോസസ് ഡയഗ്രാം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഏകദേശം ഒന്ന് ധാരണയാക്കുക ഓരോ ടൈപ്പും എന്താണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് മാപ്സ്. സ്ക്രീനിൽ കാണുന്ന പോലെ 2 കാലങ്ങളിലെ 2 പർട്ടിക്കുലർ ഇയേഴ്സിലെ മാപ്സ് നമുക്ക് തരാം. അതിന്റെ ചേഞ്ചസ് ഒക്കെ പറയാനായിട്ട് ആവശ്യപ്പെടാം. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു മാപ്പിന്റെ ഒരു സ്ട്രക്ചർ. അത് മേ ബി പാസ്റ്റിൽ 2 മാപ്പ് ആവാം, അല്ലെങ്കിൽ പാസ്റ്റിലെയും പ്രസന്റിലെയും ആവാം, മേ ബി പ്രസന്റിലെ ഫ്യൂച്ചർ ആവാം, ഓർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആവാം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ടൈപ്സ് ആണ് മാപ്സിൽ വരിക. ബേസിക്കലി ഇതൊന്ന് മനസ്സിലാക്കുക, എന്താണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ദെൻ മൾട്ടിപ്പിൾ ഗ്രാഫ്സ്. സ്ക്രീൻ കാണുന്ന പോലെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത 6 ടൈപ്സിൽ ഏതെങ്കിലുമൊക്കെ 2 ക്ലബ് ചെയ്ത് വരുന്ന ഒരു രീതിയാണ് മൾട്ടിപ്പിൾ ഗ്രാഫ്സ്. ഇപ്പൊ സ്ക്രീൻ കാണുന്ന പോലെ ചിലപ്പോൾ ഒരു ബാർ ഗ്രാഫ്, ലൈൻ ചാർട്ട്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പർട്ടിക്കുലർലി ഒരു ബാർ ചാർട്ട് വിത്ത് ലൈൻ ഗ്രാഫ് ആണ്. ദെൻ മറ്റൊരു സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പൈ ചാർട്ട് വിത്ത് ടേബിൾ ആണ്. ബേസിക്കലി ഇവിടെ എന്താണ് 2 കാര്യങ്ങൾ ക്ലബ് ചെയ്ത് വരും, അത്രേ ഉള്ളൂ ഈ ഒരു മൾട്ടിപ്പിൾ ഗ്രാഫ്സിൽ. അപ്പൊ ബേസിക്കലി ഈ ഒരു ടൈപ്പ് ഇത്രയാണ് നമ്മളൊരു ടൈപ്സ് വരുന്നത്. ഏകദേശം ഓരോ സാമ്പിൾസ് ആണ് നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ടത്. അപ്പോൾ ഈ ഓവറോൾ ഈ ഒരു സെഷൻ നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു കാര്യങ്ങളാണ്. ഏകദേശം ഒന്ന് പരിചയമാവും എന്താണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഫർദർ ഡിസ്കഷൻസ്, ഓരോ ടൈപ്സിന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ നമുക്ക് മറ്റ് സെഷനുകളിൽ നോക്കാം. താങ്ക് യു.